നിരോധനങ്ങളുടെയും വിലക്കുകളുടെയും ഒരു ഘോഷയാത്ര. അതാണ് 2021 അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതിന് ശേഷം അഫ്ഗാൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർനെറ്റ് നിരോധനമാണ് താലിബാൻ നടപ്പാക്കിയിരിക്കുന്നത്. സംഭവം നിസ്സാരമല്ല. ശരിയ നിയമപ്രകാരം ഇന്റർനെറ്റ് അധാർമികമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താലിബാൻ സർക്കാരിന്റെ ഈ നടപടി വരുന്നത്. തിങ്കളാഴ്ച അഫ്ഗാൻ സമയം വൈകിട്ട് 5 മണിയോടെയാണ് നിരോധനം വന്നത്. പിന്നാലെ രാജ്യം സമ്പൂർണ്ണ ഇരുട്ടിലേക്ക് പോയെന്നും ജനങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടി ആണെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2021 ഓഗസ്റ്റിൽ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുന്ന വലിയ തോതിൽ പ്രത്യാഘാതമുണ്ടാക്കാവുന്ന ഒരു നിരോധനമാണിത്. ഇന്റർനെറ്റ് സേവനം ഇല്ലാതെ ആയതോടെ കാബൂളിൽ വിമാന സർവീസുകൾ താറുമാറായി. മൊബൈൽ സർവീസുകൾ സ്തംഭിച്ചു. ബാങ്കിംഗ് മേഖലയെ ഇത് തകിടം മറിച്ചു. മാത്രമല്ല, അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി വിദേശ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ ഈ നിരോധനം സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. കാബൂൾ ബ്യൂറോയുമായുള്ള തങ്ങളുടെ എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടതായി വാർത്താ ഏജൻസിയായ AFP സ്ഥിരീകരിച്ചു. ഓഫീസുമായി ഫോണിലോ സാമൂഹിക മാധ്യമങ്ങൾ മുഖാന്തിരമോ ബന്ധപ്പെടാനാകുന്നില്ല എന്ന് ആണ് ഏജൻസി പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സമ്പൂർണ്ണ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ആണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ആശയവിനിമയങ്ങൾക്കായി മെസ്സേജിംഗ് ആപ്പുകളെയും സോഷ്യൽ മീഡിയയെയും വളരെയധികം ആശ്രയിക്കുന്നവരാണ് താലിബാൻ ഭരണകൂടം എന്നതാണ്. അതിനാൽ ഈ നടപടി മറ്റ് രാജ്യങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുമുണ്ട്. ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ പകരം ആശയവിനിമയ സംവിധാനം ഏത് രീതിയിലായിരിക്കുമെന്നോ നിരോധനം എത്ര നാൾ തുടരുമെന്നോ താലിബാൻ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടില്ല. രാജ്യത്തിനകത്ത് ഒരു ബദൽ സംവിധാനം സ്ഥാപിക്കുമെന്ന് താലിബാൻ നേതാക്കൾ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് നിരോധന പെരുമഴ താലിബാൻ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ചിലതൊക്കെ വിചിത്ര നിരോധന ആജ്ഞയായിരുന്നു. അത് വളരെ ചർച്ചയാവുകയും ചെയ്തു. എന്തൊക്കെയാണ് താലിബാൻ അഫ്ഗാനിൽ നിരോധിച്ചത്? ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. അധികാരത്തിൽ ഏറിയ സമയം മുതൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം താലിബാൻ നിഷേധിച്ചു. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പോസ്റ്റ് പ്രൈമറി വിദ്യാഭ്യാസം നിരോധിക്കുകയും തൊഴിൽ പരിമിതപ്പെടുത്തുകയും പാർക്കുകളിലേക്കും മറ്റു പൊതുസ്ഥലങ്ങളിലേക്കും പ്രവേശനം തടയുകയും ചെയ്ത് ഉത്തരവിറക്കി. 7ാം ഗ്രേഡിന് ശേഷം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വിലക്കാണ് അവിടെ. പെൺകുട്ടികളുടെ സർവകലാശാലകളും ലൈബ്രറികളും പൂട്ടി. ഇതുകൂടാതെ നഴ്സിംഗ് കോഴ്സുകളിൽ നിന്ന് സ്ത്രീകൾക്ക് നിരോധനവും ഏർപ്പെടുത്തി. അടുത്തത് തൊഴിൽ വിലക്കാണ്. സ്ത്രീകൾക്ക് ജോലി നൽകുന്ന എല്ലാ ദേശീയ വിദേശീയ സർക്കാരിതര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുമെന്ന് താലിബാൻ ഉത്തരവിറക്കിയത് ഈ വർഷമാണ്. ശിരോവസ്ത്രം ശരിയായി ധരിക്കുന്നില്ല എന്നാരോപിച്ച് അഫ്ഗാൻ സ്ത്രീകളെ ജോലിക്കെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ NGOകളോട് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഈ പുതിയ തീരുമാനം വന്നത്. നിരോധനം പുസ്തകങ്ങൾക്കുമുണ്ട്. അടുത്തിടെ അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാല പാഠ്യപദ്ധതിയിൽ സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ താലിബാൻ ഭരണകൂടം നിരോധിച്ചതും ഏറെ ചർച്ചയായിരുന്നു. സ്ത്രീകൾ എഴുതിയ 140 പുസ്തകങ്ങളാണ് നീക്കം ചെയ്തത്. ശരീഅത്ത് നിയമത്തിന് വിരുദ്ധമായതും താലിബാൻ നയങ്ങളുമായി യോജിക്കാത്തതുമായ പുസ്തകങ്ങളാണ് അവയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നിരോധനം വന്നത്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീ സ്വാതന്ത്ര്യം തങ്ങളുടെ മുൻഗണനാ വിഷയമല്ലെന്ന് താലിബാൻ മുൻപും കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ഇസ്ലാമിക നിയമം മറികടന്നുള്ള ഒരു കാര്യവും രാജ്യത്ത് അനുവദിക്കില്ല എന്നാണ് താലിബാൻ നിലപാട്. അതിനിടെ ഈ വിലക്കുകളിൽ കുടുങ്ങി സ്ത്രീകളുടെ ജീവിതം അവിടെ നരകമായി മാറുകയാണ്. ശൈശവ വിവാഹം വ്യാപകമാണിവിടെ. താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇത് കുത്തനെ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. താലിബാൻ ഭരണത്തിന് കീഴിൽ വിവാഹത്തിന് നിലവിൽ നിയമപരമായ കുറഞ്ഞ പ്രായമില്ല എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. സ്ത്രീകളോടുള്ള താലിബാൻ സമീപനത്തിന്റെ ഭീകരാവസ്ഥ ഈ ഇടയ്ക്കും വ്യക്തമായതാണ്. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഭൂകമ്പത്തെ തുടർന്ന് തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീകളെ രക്ഷിക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ വ്യാപകമായി അന്ന് പുറത്തു വന്നിരുന്നു. വനിതാ രക്ഷാപ്രവർത്തകരുടെ അഭാവത്തിൽ സ്ഥിതി കൂടുതൽ വഷളായി. താലിബാൻ നടപ്പിലാക്കിയ കർശന നിയന്ത്രണങ്ങൾ പ്രകാരം ഒരു സ്ത്രീക്ക് അവളുടെ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരെ തൊടുന്നതിൽ വിലക്കുണ്ട്. ഇതോടെ ഭൂചലനത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ പുരുഷന്മാരായ രക്ഷാപ്രവർത്തകർക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ദയനീയ അവസ്ഥയാണ് അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ കണ്ടത്. താലിബാൻ ഏർപ്പെടുത്തിയ ചില വിചിത്ര വിലക്കുകളും ഇടയ്ക്ക് ചർച്ചയായിരുന്നു. അതിൽ പ്രധാനം സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ അഭിമുഖീകരിക്കുന്ന കെട്ടിടങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനമായിരുന്നു. മറ്റൊരെണ്ണം അഫ്ഗാനിസ്ഥാനിൽ ചെസ് മത്സരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ ഉത്തരവായിരുന്നു. രാജ്യത്തെ മതനിയമപ്രകാരം ചൂതാട്ടം നിയമവിരുദ്ധമാണ്.
ചെസ് ചൂതാട്ടമായി കണക്കാക്കിയായിരുന്നു ആ നടപടിയും വന്നത്. ഇന്റർനെറ്റ് നിരോധനം ഇപ്പോൾ വരുന്നത് സ്ത്രീകളെ മാത്രമല്ല എല്ലാവരെയും ഒരുപോലെ ബാധിക്കുമെന്നതാണ് സത്യമായ കാര്യം. ഇന്ന് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്ന സ്ഥലങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ. ഈ നയങ്ങളിൽ ഇളവ് വരുത്താൻ ആഗോളതലത്തിൽ പോലും സമ്മർദ്ദമുണ്ടെങ്കിലും താലിബാൻ ഭരണകൂടം ഇതുവരെയും അനങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധനം രാജ്യത്തെ പൂർണ്ണമായ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണ്. സ്ത്രീകളുടെ ജീവിതമാകട്ടെ പുറം ലോകം അറിയാതെ ഇരുട്ടിന്റെ പടുകുഴിയിലേക്കും.